മുല്ലശ്ശേരി സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിലെ മാനേജ്മെന്റ് കമ്മിറ്റി രൂപീകരണത്തിൽ സ്വജനപക്ഷപാതമെന്ന് ആരോപണം. മാനേജ്മെന്റ് കമ്മിറ്റി രൂപീകരണം ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി പുനഃപരിശോധിക്കണമെന്ന് പ്രതിപക്ഷാംഗങ്ങൾ ആവശ്യപ്പെട്ടു. ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി യോഗത്തിൽ ചർച്ച ചെയ്താണ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റിയിലേക്കുള്ള 3 സന്നദ്ധ പ്രവർത്തകരെ തെരഞ്ഞെടുത്തത്. യോഗം ഐകകണ്ഠേന തീരുമാനിക്കുന്നവരെയാണ് കമ്മിറ്റിയിൽ എടുക്കേണ്ടതെന്നാണ് സർക്കാർ ഉത്തരവ്. എന്നാൽ പ്രതിപക്ഷാംഗങ്ങൾ എതിർപ്പറിയിച്ചിട്ടും സർക്കാർ ഉത്തരവിനെ മറികടന്ന് പ്രസിഡന്റ് കമ്മിറ്റിയെ തെരഞ്ഞെടുത്തുവെന്നാണ് ആരോപണം. തീരുമാനം സർക്കാർ ചട്ടങ്ങൾക്ക് വിരുദ്ധമാണെന്ന് പ്രതിപക്ഷം ചൂണ്ടിക്കാണിച്ചെങ്കിലും ഇത് വകവയ്ക്കാതെ പ്രസിഡന്റ് തീരുമാനമെടുത്തതിൽ 6 അംഗങ്ങൾ വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തി. ചട്ടവിരുദ്ധമായ തീരുമാനം റദ്ദ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർക്കും ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറിക്കും പ്രതിപക്ഷാംഗങ്ങൾ പരാതി നൽകി. ഇന്നലെ നടന്ന ബ്ലോക്ക് പഞ്ചായത്തിന്റെ യോഗത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ടയായിരുന്നു ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റി രൂപീകരിക്കുന്നത്. ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റി രൂപീകരിക്കുന്നതിന് കേരള സർക്കാർ ഒരു വിജ്ഞാപനത്തിലൂടെ 2010 ഇറങ്ങിയിട്ടുള്ള വിജ്ഞാപനത്തിലൂടെ കൃത്യമായി മാർഗനിർദ്ദേശം നൽകിയിട്ടുള്ളത്. ആ വിജ്ഞാപനത്തിന് പുല്ലുവില കൽപ്പിച്ചുകൊണ്ടാണ് അതിനെ മറികടന്നുകൊണ്ട് ഇന്നലെ നടന്ന ഭരണസമിതി യോഗം ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റി രൂപീകരിച്ചത്. ആ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റി രൂപീകരിക്കുമ്പോൾ ആ വിജ്ഞാപനത്തിൽ പറഞ്ഞിട്ടുള്ളത് 3 പേരെ ആ ഗ്രാമപ്രദേശത്ത് ജീവിക്കുന്ന സന്നദ്ധ പ്രവർത്തകരെ ഉൾപ്പെടുത്താമെന്നാണ്. പക്ഷെ അങ്ങനെ ഉൾപ്പെടുത്തണമെങ്കിൽ ആ യോഗം ഏകകണ്ഠേന തീരുമാനിക്കുന്ന 3 പേരെയാണ് ഉൾപ്പെടുത്താൻ വേണ്ടി. പക്ഷെ ഞങ്ങൾ 6 പേര് അതിനെതിരെ ഡിസെൻഡിങ് നോട്ട് എഴുതിയിട്ടും ആ തീരുമാനവുമായി മുന്നോട്ട് പോകുകയാണ് ഭരണസമിതി ചെയ്തത്. ഇതിൽ ഞങ്ങൾക്ക് ഡിസെൻഡിങ് നോട്ട് എഴുതിയിട്ടും ആ തീരുമാനവുമായി മുന്നോട്ട് പോയതിൽ ഞങ്ങൾക്ക് പരാതിയുണ്ട്. ഈ പരാതി ഞങ്ങൾ ജോയിന്റ് ഡയറക്ടർക്കും വീഡിയോയ്ക്കും നൽകിയിട്ടുണ്ട്. ഈ തീരുമാനം പുനഃപരിശോധിക്കണമെന്നും ഈ തീരുമാനം റദ്ദ് ചെയ്യണമെന്നുമാണ് ഞങ്ങൾ പറയുന്നത്. എന്നാൽ മുൻകാലങ്ങളിലെ ഭരണസമിതികളിലും ഇത്തരത്തിലുള്ള മാനദണ്ഡങ്ങളാണ് പാലിച്ചതെന്നും ആരോപണങ്ങൾ രാഷ്ട്രീയ പ്രേരിതമാണെന്നുമാണ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ക്ലെമന്റ് ഫ്രാൻസിസിന്റെ വിശദീകരണം.